السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد. ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ചരിത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഗുരുവാണ്, അധ്യാപകനാണ്. ചരിത്രത്തിലെ 3 സംഭവങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ചില സുപ്രധാനമായ കാര്യങ്ങളിലേക്ക് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹം പറയാണ്, ഞാൻ പരലോകത്ത് ചെല്ലുമ്പോൾ ഭയക്കുന്ന ഏറ്റവും സുപ്രധാനമായ ചോദ്യം, യാ അബൂദർദ ഖദ് അലിംത വകൈഫ അമിൽത ഫീമാ അലിംത. നിനക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, നീ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പഠിച്ച കാര്യങ്ങളിൽ, നീ അറിഞ്ഞ കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങളാണ് നീ പകർത്തിയത്, നീ ജീവിതമാക്കിയത്? ഈ ചോദ്യത്തെ ഞാൻ ആത്മാർത്ഥമായി ഭയക്കുന്നു. എന്നിട്ട് അദ്ദേഹം തുടരുകയാണ്, മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയുണ്ടായിരുന്നുവെങ്കിൽ ലമാ അകൽതും തആമൻ അലാ ശഹവത്തിൻ, ആഗ്രഹപൂർവം ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കില്ലായിരുന്നു. ഭക്ഷണത്തിന്റെ വെറൈറ്റികൾ തേടി പിന്നെയും പിന്നെയും ദൂരങ്ങൾ താണ്ടുമ്പോൾ, ഫുഡ് വ്ലോഗുകൾ തിരയുമ്പോൾ, സ്റ്റോറീസ് തപ്പുമ്പോൾ നമുക്ക് ഓർക്കാവുന്ന ഒരു വാചകമാണ്, വലാ ശറബ്തും ശറാബൻ അലാ ശഹവത്തിൻ, ആഗ്രഹപൂർവം ഒരു പാനീയവും നിങ്ങൾ കുടിക്കില്ലായിരുന്നു. നിങ്ങളുടെ വീടിന്റെ തണലിലേക്കും നിങ്ങളുടെ വീടിന്റെ തണുപ്പിലേക്കും നിങ്ങൾ മടങ്ങില്ലായിരുന്നു. മറിച്ച് ഭയവിഹ്വലരായി അള്ളാഹുവിനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നിങ്ങൾ ഓടി മറയുമായിരുന്നു. ഒരു മരമായി മാറി ആ മരം മനുഷ്യൻ വെട്ടിയെടുത്ത് നുറുക്കി കഴിക്കുന്ന ഒരു മരമായി മാറാനാണ് ഞാൻ കൊതിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ ഭാര്യയും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ടാമതായി ഞാൻ കോട്ട് ചെയ്യുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് കരഞ്ഞപ്പോ ഭാര്യയും കൂടെ കരയുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ച് അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം, ലാ യദ്രി ഹഉലാഇ ഫീമാ ബകാ, എന്തിനാണ് കരഞ്ഞത് എന്നറിയാതെയായിരുന്നു കരച്ചിൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണീർ തുള്ളികൾ ഒതുങ്ങിയപ്പോ അവർ ചോദിച്ചു എന്തു പറ്റിയെന്ന്. അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം ഇതായിരുന്നു, നാളെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം നരകത്തിലേക്കൊന്നും ഒരു വിഭാഗം സ്വർഗത്തിലേക്കൊന്നുമുള്ള പ്രഖ്യാപനം ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അബോധാവസ്ഥയിലേക്ക് മാറി മറിഞ്ഞു എന്നാണ്. മൂന്നാമത് ഞാൻ കോട്ട് ചെയ്യുന്നത് താരതമ്യേന നമുക്ക് കേട്ടതും ഓർമ്മയുള്ളതുമായ ഒരു സംഭവമാണ്. ഗുഹാവാസികളിൽ 3 ആളിൽ ഒരാൾ തൻ്റെ കാലഘട്ടങ്ങളായി താൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ തൻ്റെ മുന്നിൽ കിട്ടിയപ്പോൾ അവരുടെ ശരീരത്തിലേക്ക് ഇരുന്ന് താൻ ആഗ്രഹിച്ച കാര്യം നിർവഹിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ പറയുന്നു, ഇത്തഖില്ലാ വലാ തഫുദ്ദൽ ഖാതിമ ഇല്ലാ ബിഹഖിഹി, നിനക്ക് അവകാശമില്ലാത്ത ഒരു കാര്യം നീ ഒരിക്കലും ചെയ്യരുത്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫഖുംതു അൻഹാ വഹിയ അഹബ്ബുൻ നാസ് ഇലയ്യ, ഞാൻ ഏറ്റവും പ്രണയിച്ച, ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പെണ്ണിനെ ഉപേക്ഷിച്ച് എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയ ആ ഇടത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി നടക്കുകയായിരുന്നു. ഞാൻ അവർക്ക് കൊടുത്ത സ്വർണം അവർക്ക് തന്നെ ബാക്കി വെച്ചുകൊണ്ട് ഞാൻ പോരുകയായിരുന്നു എന്നാണ്. ഇവിടെ 3 ചരിത്ര സംഭവങ്ങൾ ഞാൻ കോട്ട് ചെയ്തു. അബൂദർദാ റളിയല്ലാഹുവിന് പരലോകത്തെ ഭയപ്പെടുന്ന, മരണത്തിന് ശേഷം മനുഷ്യരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ആ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മനുഷ്യർ 2 വിഭാഗമാക്കി അള്ളാഹു പറഞ്ഞേക്കുന്നതിനെ കുറിച്ച് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഭയപ്പെടുന്ന, തൻ്റെ ജീവിതത്തിലെ തിന്മയുടെ ഒരു നിമിഷത്തിൽ ആ തിന്മ ചെയ്യാനുള്ള അവസരത്തിൽ നിന്ന് അല്ലാ എന്ന് കേട്ടപ്പോൾ, പരലോകം എന്ന് കേട്ടപ്പോൾ തിരിച്ചു നടക്കുന്ന 3 അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. നമ്മളും വിശ്വാസികളാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ടുണ്ട്, ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കുന്നുണ്ട്, നമസ്കരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് ഇത്തരം ഒരു ഫീല് കിട്ടുന്നില്ല? ജീവിതത്തിൽ ഒരു പാപത്തിന്റെ മുന്നിലെത്തുമ്പോൾ അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് പിൻവാങ്ങിപ്പോന്ന, ജീവിതത്തിൽ ഒറ്റക്കാകുന്ന ഇടങ്ങളിൽ, തിന്മയുടെ മേഖലകളിൽ
ഒറ്റക്കാകുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് തിരിച്ചു നടക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. നമ്മളിത് ബോധ്യപ്പെടാൻ മാത്രം ഇത് പഠിച്ചിട്ടില്ല, പഠിച്ചതാണെങ്കിലോ പ്രാക്ടീസ് ചെയ്തിട്ടുമില്ല. ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് അറിയുകയേയില്ല. ഇനി ആ ഭക്ഷണം നമുക്കറിയാം, പക്ഷെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഈ വ്യക്തിക്ക് ആ ഭക്ഷണം എന്നും ഒരു അനുഭവമായി ഒരിക്കലും ഉണ്ടാകില്ല. ഒരു പ്രദേശം അത് നമ്മൾ കണ്ടിട്ടില്ല, ആ പ്രദേശത്ത് പോയി അതിൻ്റെ കാലാവസ്ഥയും അതിൻ്റെ അനുബന്ധങ്ങളൊന്നും നമ്മൾ ജീവിതത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. വളരെ സത്യസന്ധമായി ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. നരകത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ച് കേൾക്കുന്നതൊക്കെ ഒരു കഥയായി കേൾക്കുക എന്നല്ലാതെ അതിങ്ങനെ നെഞ്ചിൻ കൂട്ടിലൊരു വികാരമായി അതിങ്ങനെ ജ്വലിച്ച് കണ്ണു നിറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? എന്നാൽ ചില സ്റ്റോറീസ് ഒക്കെ കാണുമ്പോൾ, ചില എഴുത്തൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നനയും, നമ്മൾ വിതുമ്പും. എന്താ അതിന്റെ കാര്യം? അതിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഇറങ്ങുന്നുണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ എത്തുന്നുണ്ട്, അത് നമ്മളൊന്ന് റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നു, ഇബ്രാഹിം അലൈഹിസ്സലാമ പോലും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നത് ബോധ്യപ്പെട്ട് സ്വീകരിക്കാനാണ് ശ്രമിച്ചത്. ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹയിൽ മൗത, പടച്ചവനെ നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് നീ ഒന്ന് കാണിച്ചു തരണം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇബ്രാഹിം അവലം തുഅ്മിൻ, നീ വിശ്വസിക്കണില്ലേ? മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു തരണം എന്ന് നീ എന്തുകൊണ്ടാണ് എന്നോട് ആവശ്യപ്പെടുന്നത്? ഏകഛത്രാധിപതിയായ നമ്രൂദിന്റെ ഭരണസിരാകേന്ദ്രങ്ങളിൽ തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തേണ്ട പ്രവാചകൻ, അയാളുടെ ഏകാധിപത്യങ്ങളെ ചവിട്ടിക്കയറി നന്മയുടെ പ്രകാശവുമായി കയറി ചെല്ലേണ്ട പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഉത്തരം എന്താ അറിയോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് ശാന്തമായി, എന്റെ ഹൃദയത്തിന് ബോധ്യമായി, എന്റെ ഹൃദയത്തിന് അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് ബോധ്യപ്പെട്ടുകൊണ്ട് എനിക്കത് സ്വീകരിക്കണം പടച്ചോനെ. ഇതാണ് നമുക്ക് മിസ്സാകുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോൾ കരഞ്ഞിരുന്നു എന്നാണ്. നമ്മൾ വാപ്പ മരിച്ചു കിടക്കുന്ന കട്ടിലിന്റെ അരികിൽ പോലും കണ്ണീര് വരാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഏതെങ്കിലും ഗ്ലിസറിൻ തേച്ച് കരയുന്ന പെണ്ണിന്റെ കൂടെ ഏതെങ്കിലും ആളുകൾ എഴുതി കൊടുത്ത പഞ്ച് ഡയലോഗുകൾക്ക് പിന്നിലെ BGMകൾ കേട്ട് മാത്രം കരയുന്ന അവസ്ഥ നമുക്കുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിലേക്ക് മനസ്സാഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകും. ആ വാചകങ്ങൾ നമ്മൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടുണ്ടാകും. പരലോകത്തിന്റെയും അതിന്റെ ബോധ്യത്തിന്റെയും കാര്യത്തിൽ നമുക്ക് മിസ്സാകുന്ന ഒരു മേഖല, അതിനെ ആഴത്തിൽ പഠിക്കാൻ. അത് സത്യാണോ? ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, ഈ ഗർഭപാത്രത്തിനപ്പുറത്ത് നിനക്കൊരു ലോകം വരാനുണ്ടെന്നും, മണ്ണും മനുഷ്യനും മലയും കാടും കാട്ടാറും കടലുമൊക്കെയുള്ള ഒരു ലോകം അവിടെയുണ്ട്, പൂമ്പാറ്റ പറക്കുന്ന ഒരു ലോകം അവിടെയുണ്ട്, പൂക്കളുള്ള ഒരു ലോകം അവിടെയുണ്ട് എന്ന് പറയുമ്പോ, ഇല്ല, അങ്ങനെ ഒരു ലോകമൊന്നുമില്ല, ഞാൻ ഈ ഗർഭപാത്രത്തിൽ കിടക്കേ ചെയ്യുള്ളൂ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ പോലെ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നുള്ളത് ആളുകൾ ഇങ്ങനെ പേടിപ്പിച്ച് വിശ്വസിക്കുകയാണ്. പരീക്ഷയെ പേടിക്കുന്നുണ്ട്. എന്താ കാര്യം? പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടൂല, എന്റെ ജീവിതം ഞാൻ പ്രതീക്ഷിച്ച അവസ്ഥയ്ക്ക് എത്തൂല, അതാ കാര്യം എന്ന് പറയുന്നത് പോലെ ഈ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടാൽ, ഭൂമിയിലെ പരീക്ഷയിൽ ഞാൻ പരാജയപ്പെട്ടാൽ മരണത്തിന് ശേഷം എനിക്ക് വരാനുള്ളത് നഷ്ടങ്ങളാണെന്ന ബോധ്യമാണ് ഒരു വിശ്വാസിയുടെ പ്രചോദനം. നോക്കൂ നിങ്ങൾ, നമ്മൾ എന്ത് ചെയ്യും? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പക്ഷിയെ പറത്തി, ഒരു പക്ഷിയെ പിടിച്ച് 4 പീസാക്കി പലയിടത്ത് കൊണ്ടേട്ടു, വിളിക്കാൻ പറഞ്ഞു, വന്നു. നമ്മൾ പക്ഷിനെ പറത്തണ്ട, നമ്മൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അല്ല, വഹിയുള്ള റസൂൽ അല്ല, പക്ഷേ വഹിയിലൂടെ അത് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ 3 ഉദാഹരണങ്ങൾ കൊണ്ടുവരാം. എന്തിന്? ആ 3 വ്യക്തികളുടെ ജീവിതത്തിലെ അനുഭവം നമ്മുടെ അനുഭവമാകാൻ ഞാൻ 3 ഉദാഹരണം കൊണ്ടുവരാം. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും ഉമ്മ നമസ്കാര കുപ്പായത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് ചെറിയ പ്രായത്തിൽ കണ്ടതുകൊണ്ടും വാപ്പാന്റെ ഖുർആനോത്ത് കേട്ട് വളർന്നതുകൊണ്ട് മാത്രം സ്വീകരിക്കേണ്ട ഖുർആന്റെ പ്രയോഗമാണ്. എന്താ? മഴ പെയ്യുന്നതിനെ കുറിച്ച് ഖുർആന്റെ പ്രയോഗം. ഇന്നലത്തെ ഈവനിങ് സെഷനിൽ അറ്റൻഡ് ചെയ്ത കുട്ടികൾ വിശദമായി ഇതിലെ ചില പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ട്. ആകാശത്തുനിന്ന് അനുഗ്രഹീതമായ മഴയെ നാം വർഷിപ്പിച്ചു. നിർജീവമായി കിടക്കുന്ന പ്രദേശങ്ങളെ നാം അതുകൊണ്ട് ജീവിപ്പിച്ചു. എന്നിട്ട് ഖുർആന്റെ പ്രയോഗ അപ്രകാരമാണ്
നമ്മള് കോടിക്കണക്കിന് മനുഷ്യരെ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, അവരുടെ സെമിത്തേരികളിൽ നിന്ന് അവരെ ചാമ്പലാക്കി വിതറപ്പെട്ട പുണ്യ തീർത്ഥങ്ങളിൽ നിന്ന് നാം തിരിച്ചു വിളിക്കുന്നത് എന്നാണ്. എത്ര സിമ്പിളാണ്. ഇന്നലെ ഞായറാഴ്ച നമ്മൾ കളിച്ച ഗ്രൗണ്ട്, ഇന്ന് തിങ്കളാഴ്ചയും നാളെ ചൊവ്വാഴ്ചയും മഴ പെയ്തു. ബുധനാഴ്ച ചെല്ലുമ്പോ കൊച്ചു കൊച്ചു ചെടികൾ ഇങ്ങനെ കിളിർത്തു വന്നിരിക്കുന്നു. ഗോൾ പോസ്റ്റിലുണ്ട്, പന്ത് തട്ടിനടുത്തുണ്ട്, ഒക്കെ ഉണ്ട്. അവിടെ അതുണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ല. എന്നതുപോലെ സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടെ കോടിക്കോടി മനുഷ്യർ, യുഗാന്തരങ്ങളിൽ മരണമടഞ്ഞ മനുഷ്യർ അതുപോലെയായിരിക്കും തിരിച്ചു വിളിക്കപ്പെടുക എന്നാണ്. ആർക്കും മനസ്സിലാകണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം. ഇനി കുറച്ചുകൂടി ഗവേഷണാത്മകമായി കാര്യങ്ങൾ എടുക്കണവർക്ക്, പഠിക്കണവർക്ക് വേണ്ടി പറയാം. വിശുദ്ധ ഖുർആൻ ചോദിച്ച ചോദ്യമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, അയഹ്സബുൽ ഇൻസാനു അല്ല നജ്മഅ, മനുഷ്യന്റെ അസ്ഥികൂടങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നവൻ വിചാരിക്കുന്നുണ്ടോ? മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ നൂറ്റാണ്ടുകളായി മണ്ണിലാക്കപ്പെട്ട, സെമിത്തേരികളിൽ അടക്കപ്പെട്ട, അല്ലെങ്കിൽ മനുഷ്യനെ കത്തിച്ച് കുടങ്ങളിലാക്കി നിക്ഷേപിക്കപ്പെട്ട, വിതറപ്പെട്ട ഈ മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടുമോ? എന്താ ഖുർആന്റെ മറുപടി? അസ്ഥികൂടങ്ങൾ തിരിച്ചു കൊണ്ടുവരപ്പെടുമെന്നല്ല. അത് ശ്രദ്ധിക്കണം. പിന്നെയോ ഖുർആൻ ഒന്നുകൂടി മുന്നോട്ട് വന്നിട്ട് പറയാം, ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന. മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരുന്നു മാത്രല്ല, മാംസം കൊടുക്കുന്നു മാത്രല്ല, അവന്റെ വിരലിന്റെ അറ്റത്തെ ആ അടയാളങ്ങൾ പോലും അവന് തന്നെ തിരിച്ചു കൊടുക്കപ്പെടും. എന്താ അതിന്റെ പ്രത്യേകത? ടിൻസായിട്ട് ജനിക്കണ കുട്ടികൾ, അവരുടെ പോലും വിരലുകൾ ഒരേപോലെ അല്ല. അതുകൊണ്ടാണ് ഫിംഗർ പ്രിന്റ് എടുക്കുന്നത്. എ എന്ന വ്യക്തിയുടെ ഫിംഗർ പ്രിന്റുകൾ ഓപ്പറേറ്റ് ചെയ്ത് സർജറി വഴി ബിക്ക് കൊടുത്തു, ബിയുടേത് എക്കും കൊടുത്തു. അങ്ങനെ മുറിവൊക്കെ ഉണങ്ങി ഫിംഗർ പ്രിന്റ് എടുക്കുമ്പോ എയുടേത് എയുടെ കയ്യിൽ തന്നെ ഉണ്ടാകും, ബിയുടേത് ബിയുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ടാണ് അത് കുറ്റാന്വേഷണത്തിലെ ഒരു അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. അഥവാ ഫിംഗർ പ്രിന്റുകൾ റീപ്രിന്റ് ചെയ്യപ്പെടുമെങ്കിൽ, റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുമെങ്കിൽ, ഖുർആൻ പറയാണ് ആ ഫിംഗർ പ്രിന്റുകൾ പോലും ലോകത്തെ കോടികളുടെ ഫിംഗർ പ്രിന്റുകളിൽ പോലും വ്യത്യാസമില്ലാതെ തിരിച്ചു കൊണ്ടുവരപ്പെടും. വരുന്നോടത്ത് വെച്ച് കാണാന്നാണ് ചില ആൾക്കാരെ കമന്റ്. ഉള്ള ജീവിതം അടിച്ചു പൊളിക്കുക, ഉള്ള കാലം ഉഷാറാക്കുക. ഇത് ഒരേ ഒരു ജീവിതമുള്ളൂ, യോലോ ലൈഫാണ്, യു ലൈഫ് ഓൺലി വൺ, നീ ഒരിക്കൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്ന് ആരെങ്കിലുമൊക്കെ ടാഗ് ലൈനുകൾ സൃഷ്ടിച്ചതും, ആരെങ്കിലുമൊക്കെ കോളേജിന്റെ ചുമരുകളിൽ എഴുതിയതും, വേറെ ആരെക്കൊണ്ടെങ്കിലുമൊക്കെ ഏതോ പിന്നെ ഫിലിം എഴുത്തുകാർ പറയിപ്പിച്ചതും, അതിങ്ങനെ മനോഹരമായ ബിജിഎമ്മുകളിട്ട് അത് സ്റ്റാറ്റസ് ആയി വരുന്നതൊക്കെ നെഞ്ചിൻ കൂട്ടിൽ കയറിയവരോട് ഞാൻ പറയാണ്, ഒന്നും നോക്കാനില്ല. കുടിമാടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, വളരെ കൃത്യമായി വിളിച്ചെഴുന്നേൽപ്പിക്കപ്പെടും. അതിന്റെ തെളിവാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. എന്താ? അവന്റെ ശരീരത്തിലെ വിരലടയാളങ്ങൾ പോലും അവന് തിരിച്ചു നൽകപ്പെടും. തിരിച്ചു നൽകപ്പെടാൻ പറ്റുന്നതാണ് വിരലടയാളമെന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാ തെളിവ് നിങ്ങളുടെ മുന്നിൽ കൃത്യമായി വെക്കുകയാണ്. ഗർഭപാത്രത്തിൽ ഇരിക്കെ വിരലടയാളം രൂപപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് നോക്കി. ഗർഭപാത്രത്തിലിരിക്കെ വിരലടയാളങ്ങൾ രൂപപ്പെട്ടത് അതേപോലെ തിരിച്ചു കിട്ടുമെന്ന് ഖുർആൻ കൃത്യമായി പറയാണ്. വളരെ യുണീക്കായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയായി അത് നമ്മുടെ മുന്നിലുണ്ട്. ഇനി മൂന്നാമത്തെ തെളിവിലേക്ക് പോകുന്നു. അതെന്താ? ഒരു തവണ സൃഷ്ടിച്ചവന് പിന്നീട് സൃഷ്ടിക്കൽ ഒരു പ്രശ്നമല്ല. ഒരു തവണ ഇത്ര ഭംഗിയായി നമ്മളെ പടച്ചിട്ടുണ്ട്. ഞാനിവിടെ സംസാരം തുടങ്ങുന്നതിന്റെ മുമ്പ് ഇവിടെ ഓതിയ മനോഹരമായ ഖുർആൻ വാക്യങ്ങൾ അതാണ്. അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഈ ഒറ്റ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റ് ഒന്ന് ചിന്തിച്ച് പഠിച്ച് അത് ഒന്ന് അനുഭവിക്കാനും പ്രാക്ടീസ് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തി പതിയെ സുജൂദിലേക്കാണ് വീഴും. ബാങ്കുലി കേൾക്കുമ്പോ അവന്റെ ഫോൺ അവിടെ വെച്ചിട്ട് അവൻ പതുക്കെ പള്ളിയിലേക്ക് നടക്കും. ജീവിതത്തിൽ ആദ്യമായി ഹയ്യാല സ്വലാ, പള്ളിയിലേക്ക് വരുമെന്നത് അവന്റെ കാത് കേട്ടു തുടങ്ങും. അവന്റെ ഉള്ളിലെ ബയോളജിക്കൽ ക്ലോക്ക് അടിക്കും. 12:43 ജമാഅത്ത് അവൻ ഓർമ്മ വരും. അവന്റെ തണുത്തുറഞ്ഞ പ്രഭാതങ്ങളിൽ അവന്റെ പുതപ്പുകൾ മെല്ലെ മാറ്റിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന സുഹൃത്തിനെ വിളിച്ചിട്ട് രണ്ടുപേരും പതിയെ പാതി വെളുത്ത പ്രഭാതത്തിൽ മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ പോയിരിക്കും. അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിലും അവന്റെ ജീവിതം സംശുദ്ധമായിരിക്കും. എന്താ ഖുർആന്റെ ചോദ്യം? അലം യകുനു തുഫതം മിൻ മനിയ്യിൻ യുംനാ.
നിങ്ങൾ കേവലം ഇന്ദ്രിയ ബിന്ദുക്കളിൽ ഒളിഞ്ഞിരുന്ന ആളായിരുന്നു. അതിനെ പിന്നീട് ഭ്രൂണമാക്കി സിക്താണ്ഡമാക്കി അതിൽ നിന്ന് ആണും പെണ്ണുമായി നിങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ട് ഖുർആൻ ചോദിക്കാം, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, ആ റബ്ബിന് നിങ്ങളെ തിരിച്ച് സൃഷ്ടിക്കാൻ കഴിയുകയില്ലേ? മനുഷ്യന്റെ വിരലറ്റങ്ങളിൽ ഒരാളുടേത് പോലും തുല്യമായി പടക്കാതെ എല്ലാം വ്യത്യസ്തമായി പടച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കില്ലേ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ? മനുഷ്യന്റെ വായിലെ ഉമനീര്, സദ്ദാം ഹുസൈനെ അമേരിക്ക തിരിച്ചറിയുന്നത് ഉമനീരിൽ നിന്നാണെങ്കിൽ ഓരോ വ്യക്തിയുടെയും വായിൽ കൊടുത്ത ഉമനീര് വ്യത്യസ്തമായി പടച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കുകയില്ലേ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ? മനുഷ്യന്റെ തലച്ചോറ് 1.3 കിലോ മാത്രം വെയിറ്റ് ഉള്ള തലച്ചോറിന്റെ ഉള്ളിൽ 490 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന രക്തക്കുഴലുകളെ കൊടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധിക്കുകയില്ലേ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ? മനുഷ്യന്റെ ആമാശയത്തിലെ പ്രക്രിയയെ ഒരാളും ഒരു സ്വിച്ച് ഓണാക്കാതെ പ്രവർത്തിപ്പിക്കുന്ന റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ അവന് ജീവിപ്പിക്കാൻ കഴിയുകയില്ലേ? 70 തവണ മിടിക്കുന്ന ഹൃദയം നൽകിയ റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് കഴിയുകയില്ലേ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ? മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ പ്രക്രിയ നിയന്ത്രിക്കുന്ന റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് കഴിയുകയില്ലേ അലാ യുഹയ്യൽ മൗത? ഒരു ടെന്നീസ് കോർട്ട് പോലെ വെട്ടിപ്പൊളിച്ച് വിശാലമാക്കാവുന്ന മനുഷ്യന്റെ ശ്വാസകോശത്തിന്റെ പ്രക്രിയ സൃഷ്ടിച്ച, വിശാലമായ ശ്വാസകോശത്തിന്റെ പ്രക്രിയ സൃഷ്ടിച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് കഴിയുകയില്ലേ അലാ യുഹയ്യൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ? മനുഷ്യന്റെ തലയിലെ മുടികളെ, അതിന്റെ ഉള്ളിലെ കുഞ്ഞു സെല്ലുകളെയെല്ലാം വ്യത്യസ്തമായി പടച്ച റബ്ബ് എല്ലാം കൂടി ബാർബറുടെ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താൽ ഇത് റഫീഖിൻ്റെതാണ്, ഇത് സലീമിൻ്റെതാണ്, ഇത് രാജുവിൻ്റെതാണ് എന്ന് വേർതിരിക്കാവുന്ന വിധം ലോകത്ത് ജനിച്ച ഓരോ മനുഷ്യന്റെയും മുടികൾക്കിടയിലെ കുഞ്ഞു സെല്ലുകളെ വ്യത്യസ്തമായി പടച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത. എല്ലാവരും പറയാ അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത. എല്ലാവരും പറയാ അലൈസ ദാലിക ബിഖാദിരിൻ, അവന് സാധ്യമല്ലേ മരിച്ചവരെ വീണ്ടും പുനർജീവിപ്പിക്കാൻ? അല്ലേ? ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് എന്തിനാത് ഉള്ള കാലം ജീവിച്ചാ പോരെ, അവിടെ ഉണ്ടെന്ന് പേടിച്ച് നടക്കണോന്ന് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി പറയുമ്പോഴേക്ക് നമുക്കതിനോടൊരു സോഫ്റ്റ് കോർണർ തോന്നുന്നത് പഠിക്കുന്നില്ല, പഠിച്ചത് പകർത്തുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല. പഠിക്കുമ്പോൾ, പകർത്തുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സ് പതിയെ അങ്ങോട്ട് സഞ്ചരിച്ചെത്തും. നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ ഇനി ഇതുപോലത്തെ ഒരു പരലോകം ഉള്ളത് കൊണ്ട് ഉള്ള നേട്ടെന്താ? പേഴ്സണൽ ലൈഫിൽ, സാമൂഹിക ജീവിതത്തിലെ നേട്ടെന്താ? പരലോകത്തെ കുറിച്ച് വിശ്വാസം കൊണ്ട് ഒന്ന്, നീതി നിർവഹണത്തിന് ഇതല്ലാത്ത പരിഹാരങ്ങളൊന്നുമില്ല. അഡോൾഫ് ഹിറ്റ്ലർ തന്റെ പട്ടിക്കും തന്റെ പ്രിയതമക്കും അല്ലെങ്കിൽ തന്റെ കാമുകിക്കും ഇങ്ങനെ വെടിയുതിർത്തിട്ട് ഇവിടെ പോയിന്റ് ബ്ലാങ്കിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് അയാൾ അവസാനിക്കുമ്പോ ഒരു കോടതിക്കും അയാളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കോടതിക്കും അയാളെ ശിക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഒരു വിചാരണയുടെ കൂട്ടിലും അയാൾ കയറിയിട്ടില്ല. ഒരു വക്കീലിന്റെ ചോദ്യത്തിനും അയാൾ സാക്ഷിയായിട്ടില്ല. ഈ ഒരു വ്യക്തിക്ക് ശിക്ഷ നൽകപ്പെടണം, അല്ലെ? ഈ ഒരു വ്യക്തിക്ക് ശിക്ഷ നൽകപ്പെടണം. എങ്ങനെ? ലതുഅദ്ദുന്നൽ ഹുഖൂക ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ എല്ലാ നിലക്കുമുള്ള നീതി നിർവഹിക്കപ്പെടും. ഹത്താ യുഖാദു ഷാത്തുൽ ജൽഹാഇ മിൻ ഷാത്തിൽ ഖർന, കൊമ്പില്ലാത്ത ആട്ടിൻ കുഞ്ഞിനെ കൊമ്പുള്ള ആട്ടിൻ കുഞ്ഞ് കുത്തിയതിന് പ്രതിക്രിയ ചെയ്യപ്പെടും. പുൽമേടകളിൽ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആലയിൽ കെട്ടിയിട്ടപ്പോൾ കൊമ്പുള്ള ആട്ടിൻ കുഞ്ഞ് കൊമ്പില്ലാത്ത ആട്ടിൻ കുഞ്ഞിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിക്രിയ നിർവഹിക്കപ്പെടുന്ന ഒരു പരലോകം മനുഷ്യന്റെ ബുദ്ധി തേടുന്നുണ്ട്. ഭക്ഷണം ദിവസങ്ങളായി കിട്ടാഞ്ഞിട്ട് ആകാശത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ട ഒരു ബലൂണിൽ ഇങ്ങനെ താഴേക്ക് വരുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ വെടിയുതിർക്കുന്ന ഇവിടുത്തെ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടികൾക്ക് ഭൂമിയിൽ ആർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും? കൊമ്പില്ലാത്ത ആട്ടിൻ കുഞ്ഞിനെ കൊമ്പുള്ള ആട്ടിൻ കുഞ്ഞ് കുത്തിയതിന് പ്രതിക്രിയ ചെയ്യപ്പെടുന്ന പരലോകത്തത് നിർവഹിക്കപ്പെടും. അമ്മിഞ്ഞയ്ക്ക് വേണ്ടി ആർത്ത് കരയുന്ന കുഞ്ഞിനെ മാറിടത്തിലേക്ക് ചേർത്ത് വെച്ച് മുലപ്പാല് കൊടുക്കുമ്പോൾ പാല് കിട്ടാതെ കരയുന്ന ഉമ്മയുടെ വേദനയ്ക്ക് ലോകത്താർക്ക് ഉത്തരം നൽകാൻ കഴിയും? സ്വന്തം ജീവിതത്തിലെ കളിപ്പാട്ടങ്ങൾ മുഴുവൻ ഓഹരി വെച്ച് വസിയത്തെഴുതി വെച്ച് മരണത്തിന്റെ ലോകത്തേക്ക് നടന്നെടുക്കുന്ന അങ്ങ് ഒലീവ് തോട്ടങ്ങളിലെ പിഞ്ചു ബാല്യങ്ങൾക്ക് സ്വന്തം മാതാപിതാക്കളെ കൊന്നൊടുക്കുന്ന, സ്വന്തം പെങ്ങളെ ബലാത്സംഗം ചെയ്യുന്നത് നേരിട്ട് കാണേണ്ടി വരുന്ന
ആ കുഞ്ഞുങ്ങൾക്ക് ആര് നീതി കൊടുക്കും? ആ നീതി റബ്ബിന് മാത്രമേ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, നിർവഹിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് മനുഷ്യന്റെ പ്രാഥമിക ബുദ്ധി തേടുന്ന കാര്യമാണ്. ഇനി നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾ രണ്ടാമത്തെ കാര്യം, ജീവിതത്തിന് പ്രതീക്ഷയും കരുത്തും നൽകുന്നുണ്ട് പരലോകം. ഞാൻ പറയാം, ഒരു ഉമ്മ എന്നെ വിളിച്ചു, ഞാൻ എൻ്റെ സ്പീച്ചിൽ പലപ്പോഴും പറയാറുണ്ട്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേരക്കുട്ടി ഇന്നലെ മരിച്ചു ഉസ്താദേ. ഞങ്ങൾ ഒരുപാട് അവളെ തെരഞ്ഞു. അവസാനം ഞങ്ങളുടെ തറവാട് വീട്ടിലെ കുളത്തിൽ അവളിങ്ങനെ മരിച്ച് കമഴ്ന്ന് കിടക്കുകയാണ്. എൻ്റെ മോള് നേരെ ഇറങ്ങി, ആ കുട്ടിന്റെ ഉമ്മ നേരെ ഇറങ്ങിയിട്ട് അവൾ എടുത്തു, വയറിലൊക്കെ ഞെക്കിയൊക്കെ ക്ലീനാക്കി. അവര് പറഞ്ഞു, കരയാതെ പറഞ്ഞു അവൾ മരിച്ചിട്ടുണ്ട് ഉമ്മ. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം ജനാസയൊക്കെ നിസ്കരിച്ച് ആളുകളുടെ കയ്യിലേക്ക് അവൾ മയ്യത്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിന്റെ റൂഹ് ഇങ്ങനെ പോണുണ്ടാകുപ്പോ എന്ന് പറഞ്ഞു. അവളൊരു റൂമിൽ അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവൾ കരയണില്ല, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരോടൊന്ന് വന്ന് സംസാരിക്കണം. ഞാൻ ആ വീട്ടിൽ പോയി ചെന്നപ്പോൾ തന്നെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, എനിക്കൊന്നും പറ്റിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളൊന്നും പീസ് റേഡിയോ എന്നൊക്കെ കേട്ട ഒരു ഹദീസ് ഉണ്ട്. കുട്ടി മരിക്കുന്ന ഉമ്മ മരിക്കുന്ന നേരത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അൽഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയാൽ സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണല്ലോ. അത് കിട്ടാനുള്ള പരിശ്രമമാണ് ഉസ്താദേ, അത് കിട്ടാനുള്ള പരിശ്രമമാണ്. നോക്ക് നിങ്ങൾ, അവർ ബോധം കെട്ടില്ല, അവർക്ക് ട്രിപ്പ് ഇടേണ്ടി വന്നില്ല. 7 8 മയ്യിത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കേണ്ടി വന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് എങ്ങനെ പിന്നെയും ജീവിക്കാൻ പറ്റുന്നു? അവരെങ്ങനെ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നു? അത് അവരുടെ ഉള്ളിൽ പരലോകത്തെക്കുറിച്ച ബോധ്യം നൽകുന്ന കരുത്താണ് എന്ന കാര്യം നമുക്ക് ഓർത്തു വെക്കാൻ പറ്റണം. ലനജ്സിയന്നഹും അഹ്സന മാ കാനൂ യഅമലൂൻ. ഓരോരുത്തർക്കും അർഹതപ്പെട്ട ഓഹരി പരലോകത്ത് നിന്ന് കിട്ടുമെന്ന ബോധ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ട്? എന്റെ കഴിഞ്ഞ ഖുതുബ ലോക മാനസികാരോഗ്യ ദിനത്തിലായിരുന്നു. ആ ഖുതുബ കഴിഞ്ഞതിന് ശേഷം ഈ വേദിയിലേക്ക് കയറുന്നതിന് മുമ്പ് എത്രയോ മെസ്സേജുകൾ വന്നു. ഒന്ന് ഞാൻ പറയാം, ഒരാൾക്ക് കണ്ണട വെക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. എന്താ? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് OCD ആണ്, വസ്വാസ രോഗാണ്. എങ്ങനെ വെച്ചാലും ശരിയാകൂല. ഡ്രസ്സ് ഇടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. നമ്മൾ എത്ര അനുഗ്രഹീതരാണ്! നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതേപോലത്തെ ഡിസോർഡറുകളുള്ള മനുഷ്യർ അവർ ആത്മഹത്യയിലേക്ക് പോകാത്തത് എന്താ? മരണത്തിന് ശേഷം സ്വർഗം എനിക്കുണ്ട്, സൗകര്യങ്ങളുടെ ലോകമുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ്. ഏത് യുക്തിവാദിക്ക്, ഏത് നിരീശ്വരവാദിക്ക്, സമൂഹത്തെ തിന്മയിലേക്ക് നയിക്കുന്ന ആർക്ക് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റും? അവരെന്താ പറയാ? കഞ്ചാവില് വിഷം കലക്കിയിട്ട് അടിച്ച് മരിച്ചു പോയിക്കോട്ടെ, അവനിങ്ങനെ കണ്ണടി വെച്ച് ജീവിക്കണ്ടെന്നാ പറയാ, അല്ലെ? പബ്ലിക് ഡൊമൈനിലുള്ള വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഇവര് സമൂഹത്തോട് പറഞ്ഞ കാര്യമാണ്. ഇനി പരലോകത്തിന്റെ 3ാമത്തെ നേട്ടം എന്താ? സുരക്ഷിതമായ സാമൂഹിക ജീവിതം കിട്ടുന്നുള്ളതാ. പരലോകത്തെ ബോധ്യപ്പെട്ട ഒരു വ്യക്തി അയാള് ഇടപെടുമ്പോ, സംസാരിക്കുമ്പോ എല്ലാ ഇടങ്ങളിലും അയാൾക്ക് ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അയാൾക്കൊരു എന്താ പറയാ, കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്. അയാൾക്കൊരു ഒരു കൃത്യമായ ഒരു നിർദ്ദേശത്തിന്റെ ഒരു ചാർട്ടർ ഉണ്ട്. അതനുസരിച്ച് അയാൾ പ്രവർത്തിക്കുള്ളൂ. അയാൾ എത്തി നോക്കില്ല, അയാൾ ഒളിഞ്ഞു നോക്കില്ല, മറ്റുള്ളവന്റെ അഭിമാനത്തിന് നേരെ കൈവക്കില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട്, അല്ലെ? എനിക്കറിയാം, ഒരു സുഹൃത്ത്, ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടി, ജസ്റ്റ് മെഡിസിൻ കഴിഞ്ഞൊരു പയ്യൻ വന്നു. എന്റെ വാപ്പ ഞങ്ങളുടെ അയലോക്കത്തുള്ള എത്തീം കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി പണം ചോദിച്ചപ്പോ ആ സ്ത്രീയുടെ ആധാരം വാങ്ങി അവർക്ക് പണം കൊടുത്തിരിക്കുന്നു, വളരെ ചെറിയ വിലക്ക്. എന്റെ വാപ്പ കാക്ക എന്നാണ് കുട്ടി പ്രയോഗിച്ചത്. എന്റെ വാപ്പ ആ കാക്ക ആർത്തി തീരൂല, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എന്റെ വാപ്പാന്റെ ഒരു സ്വത്തും എനിക്ക് വേണ്ടെന്ന് ഞാൻ വാപ്പാനോട് പറയുമ്പോൾ അതിന്റെ മുമ്പ് ഒരു അഡ്വൈസ് ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പോ അവരോട് 3 മക്കളോട് നമ്മൾ പറഞ്ഞു, നിങ്ങൾ വാപ്പാനോട് തുറന്നു പറയാം, ഇത് ശരിയായില്ല എന്ന്, ഇത് ശരിയായില്ല. എന്താണ് അവരെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത്? പരലോകമാണ്. അയാൾ നമ്മളെ അടുത്ത് വന്നപ്പോ, വിശദമായി പറയാൻ സമയമല്ല, കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടേ? നിങ്ങൾ ആ കുട്ടിന്റെ വാപ്പല്ലാത്തല്ലേ, ആ കുട്ടിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആ കല്യാണം നടത്തി കൊടുക്കും, അതാ വേണ്ടത്? അതെ. ഞാൻ കൊടുത്ത കാലിച്ചായ വലിച്ചു കുടിച്ചിട്ട് അയാൾ വണ്ടി ഓടിച്ചു പോയി. ഈ മനുഷ്യരൊക്കെ ശ്രദ്ധിക്കണത് എന്താ? പരലോക. ആധാരം അവിടെ കൊണ്ടേ കൊടുത്തു, കല്യാണം കെങ്കേമമായി നടത്തി കൊടുത്തു. ഞാനും അറബിയിലേക്കൊന്നും പോണില്ല, എന്റെയും നിങ്ങളുടെയും കൺമുന്നിലെ കാഴ്ചയാണ് ഞാൻ പറയുന്നത്. ഖുർആൻ എക്സ്പയറിയാണ്, സാധനമൊന്നുമല്ല. നമ്മൾ അതിനെ പഠിച്ച് സമീപിക്കുകയാണെങ്കിൽ അത് നമ്മളെ പുതിയ വ്യക്തിയാക്കി മാറ്റും. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇവിടുത്തെ സക്കാത്ത് സിസ്റ്റം, സദഖ, അല്ലെ, ഒക്കെ എന്താ? പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരു സമൂഹത്തിന് കൊടുക്കുന്ന സുരക്ഷിതത്വമാണ്.
എന്റെ വരുമാനത്തിന്റെ എല്ലാ ഇനങ്ങളിലും 2.5% അഗതിയുടെ, അനാഥന്റെ, ദരിദ്രന്റെ, പാവപ്പെട്ടവന്റെ സമ്പാദ്യമുണ്ടെന്നും അതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്തുകൂടാ എന്നും പഠിപ്പിക്കപ്പെടുന്ന ആശയം നൽകുന്ന സുരക്ഷിതത്വം വലുതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇത് വിശ്വസിക്കാൻ നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം എന്താ? ഖുർആൻ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ളതാണ് എന്നൊരൊറ്റ ബോധ്യം വന്നാൽ പിന്നെ എന്തും വിശ്വസിക്കാം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് നശിപ്പിക്കാൻ കഴിയാത്ത ഒരൊറ്റ ഗ്രന്ഥേ ഉള്ളൂ, അതേതാ? വിശുദ്ധ ഖുർആനാണ്. ഇന്ത്യൻ ഭരണഘടന തൊട്ട് ലോകത്തെ ഭരണഘടനകൾ വരെ അക്ഷരം തെറ്റാതെ മനപ്പാഠം പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ഇവിടുത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ ആർക്കാണ് മനപ്പാടുള്ളത്? ഇവിടുത്തെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ആർക്കാണ് മനപ്പാടുള്ളത്? എങ്കിൽ ഐക്ലൗഡുകളിലുള്ള അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകളിലുള്ള പിന്നെ CD-കളിലുള്ള എല്ലാ തരത്തിലുമുള്ള ഖുർആനിന്റെ കോപ്പി സമ്പൂർണമായും ഏതൊരു AI കോഡ് വെച്ച് നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഓരോ പള്ളികളിലും ഓരോ വീടുകളിലുമുള്ള ഹാർഡ് കോപ്പി നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഒരു കോർഡിനേഷൻ ഇല്ലാതെ ലോകത്തിന്റെ 100 കണക്കിന് പ്രദേശങ്ങളിൽ നിന്ന്, ശതകോടി ഗ്രാമങ്ങളിൽ നിന്ന് അക്ഷരത്തിൽ തെറ്റില്ലാതെ അലിഫ് ലാം മീം എന്നതിന്റെ മദ്ദും സദ്ദുമില്ലാതെ, വ്യത്യാസമില്ലാതെ പിന്നെ കൊണ്ടുവരാവുന്ന ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ലോകത്ത് വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ? ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ നെഞ്ചിൻ കൂട്ടിൽ നിന്ന് ഉറക്കെ ഉച്ചയിസ്തരം പറയാൻ കഴിയണം, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന്. ഈ ലോകം ഒരു നിമിഷം അവസാനിക്കും, അല്ലേ? അന്ന് സൂര്യൻ കെട്ടുപോകും. 13 ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാവുന്ന സൂര്യൻ കെട്ടുപോകും. ലോകത്തെ കോടിക്കണക്കിന് മലകളിലെ കേവലം ഒരു മലയായ ചൂരൽ മലയിലെ ഏതോ ഒരു പ്രദേശത്ത് നിന്ന് വന്ന വെള്ളത്തിന്റെ മുന്നിലാണ് നമ്മൾ ഞെട്ടിത്തരിച്ചു നിന്നതെങ്കിൽ സൂര്യൻ പൂർണ്ണമായി കെട്ടുപോകുന്ന, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ഒരു ദിവസം വരാനുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങിയ ഒരു പുലിയാണ് നമുക്ക് പ്രശ്നമെങ്കിൽ വന്യജീവികൾ മുഴുവൻ മനുഷ്യന്റെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഒരു ദിനം വരാനുണ്ട്. നോക്കൂ നിങ്ങൾ, നമുക്ക് ആമസോൺ കാടുകളിലെ തീയാണ് ക്ഷമിക്കാൻ കഴിയാത്തതെങ്കിൽ കടലുകൾ കത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീതി നിറഞ്ഞ ആ ദിനത്തെക്കുറിച്ച് ഖുർആന്റെ പ്രയോഗം, നോട്ട് പുസ്തകത്തിന്റെ ആ ഒരു എടുത്തിട്ട് ഒരു പേജ് എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടും പോലെ പടച്ച റബ്ബ് ഈ ഭൂമി ചുരുട്ടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരാനുണ്ടെന്ന് ഈ ഗ്രന്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രന്ഥം സത്യമാണെന്ന് ശാസ്ത്രം കൊണ്ട്, ചരിത്രം കൊണ്ട്, ഗവേഷണം കൊണ്ട്, പഠനം കൊണ്ട്, അന്വേഷണം കൊണ്ട്, ഭാഷ കൊണ്ട്, സർവ്വത് കൊണ്ടും തെളിയിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ സുജൂദിൽ കിടന്ന് ഈ വിശ്വാസത്തിന് വിരുദ്ധമായ നിലപാടുണ്ടായിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. ഇതെങ്ങനെ സംഭവിക്കുക? രാത്രി 2 മണി മുതൽ രാവിലെ വരെ പൊട്ടിയൊഴുകിയ വെള്ളമാണ് പ്രശ്നമുണ്ടാക്കിയതെങ്കിൽ, അതാണ് 100 മനുഷ്യരുടെ ജീവൻ എടുത്തതെങ്കിൽ, അവരുടെ പുനഃസൃഷ്ടിയാണ്, അവരുടെ പ്രദേശത്തിന്റെ പുനഃസംഘടനയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ, ആകാശവും ഭൂമിയും 13 ദശലക്ഷം ഭൂമികളോളം വിശാലമായ സൂര്യനും കോടിക്കോടി നക്ഷത്രങ്ങളും എല്ലാം നശിക്കുന്ന ആ സംഗതിക്ക് വേണ്ടത് ഇല്ലാ വാഹിദത്തുൻ കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന നേരത്തെ, കണ്ണു നടച്ചു തുറക്കുന്ന നേരം കൊണ്ട് ഇത് സംഭവിക്കുമെന്നാണ്. വായിലേക്കുള്ള ഭക്ഷണത്തിന്റെ ഉരുള ഉയർത്തും, ആ ഉരുള ഉയർത്തുന്ന ആ ഉരുളക്കും ചുണ്ടിനുമിടയിൽ ഇത് സംഭവിക്കുമെന്നാണ്. അത്ര പൊടുന്നനെ സംഭവിക്കുന്ന ആ ദിനത്തെ അതുകൊണ്ട് ലോകമെന്നത് ലഇബാണത്, കളിയാണത്, സ്പോർട്സ് ആണത്, ക്രിക്കറ്റ് ആണത്, ഫുട്ബോൾ ആണത്. അതിർത്തി വിട്ട് അതിലേക്കൊന്നും പോകേണ്ടതില്ല. വലഹുവിൻ, ഇച്ഛകളാണത്, തോന്നലുകളാണത്. പിന്നെ വസീനത്തുൻ വതഫാഖുറിൻ, സീനത്തുൻ അലങ്കാരമാണത്, തഫാഖുറിൻ അത് ആഭിജാത്യങ്ങളാണ്, അഹങ്കാരങ്ങളാണ്. ബ്രാൻഡഡ് ഷർട്ടും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഫോണും എല്ലാം എനിക്ക് വേണമെന്ന വ്യാജമായ ചിന്തകളാണ്, ആരോ തലയിൽ കെട്ടിവെച്ചതാണ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം കാര്യങ്ങളെ പഠിച്ചും ചിന്തിച്ചും മനസ്സിലാക്കിയും മുന്നോട്ട് പോകാനുള്ള അവസരമാണിത്. ആകാശത്തിങ്ങനെ ഒരു നൂലിൽ ഇങ്ങനെ നിയന്ത്രിച്ച് പട്ടം പറത്തുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ പട്ടത്തിന്റെ ആ നൂല് പൊട്ടിപ്പോകുമ്പോ ആ പട്ടം ഇങ്ങനെ ആകാശത്ത് അലക്ഷ്യമായി അവസാനിക്കും പോലെ നമ്മുടെ റൂഹ് അത് കൃത്യമായി എടുക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗൗരവതരമായ പഠനത്തിന്റെ മണിക്കൂറുകളാണ് ഇനി വരാനുള്ളത്. അതുകൊണ്ട് ഈ ദിവസം പൂർത്തിയാകുമ്പോ അടുത്തൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോ നാളെ ഇനി പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലൊക്കെ ഉള്ളവരോട് പറയാം, പഠിച്ചോൻ വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനത്തെ അവസരങ്ങൾ ഒരുപക്ഷെ തരുള്ളൂ. നാളെ വളരെ ഗൗരവതരമായ ചർച്ചകൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സംവിധാനങ്ങളെ പരിചയപ്പെടാൻ പറ്റും.
ഈ എന്റെ സംസാരം കഴിഞ്ഞാൽ ഉടനെ ഓഡിയോ ബുക്ക് സീരീസ് പരിചയപ്പെടുകയാണ്. പുസ്തകം വായിക്കാൻ നേരമില്ലാത്തവർക്ക് പുസ്തകം കേൾക്കാനുള്ള നല്ല ശബ്ദത്തിലെ ഓഡിയോകളായി ആഴമുള്ള പഠന സെഷനുകൾ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഒരുങ്ങുന്ന ഈ ദിനത്തിൽ നമ്മൾ ഉറങ്ങണീന്റെ മുമ്പ് നന്നായി 2-3 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ച് പുതിയൊരു മനുഷ്യനാകാൻ വേണ്ടി പരിശ്രമിച്ച് കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. എല്ലാ ആവേശങ്ങൾക്കും അപ്പുറം, എല്ലാ സന്തോഷങ്ങൾക്കും അപ്പുറം മരണം അതിന്റെ സിഗ്നൽ കാണിക്കുമ്പോൾ അതിനു മുന്നിൽ നിശ്ചലമായി നിൽക്കാനല്ലാതെ നമുക്ക് മറ്റൊന്നിനും സാധ്യമല്ലെന്ന ബോധ്യത്തിൽ നിന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.